ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആവറേജിൻ്റെ ഒരു കണക്ക് ഹോംവർക്കായിട്ട് തന്നിരുന്നു. ഏത് കണക്കായിരുന്നു? പേജ് നമ്പർ 24 തേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഹോംവർക്ക് തന്നിരുന്നത്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചോദ്യം ഇതായിരുന്നു, ടീച്ചർ ഉത്തരേ പറയുള്ളൂ, നിങ്ങൾ സ്റ്റെപ്പ് വഴിയൊക്കെ എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. ഇതുവരെയൊക്കെ നമ്മൾ എന്താ ഹോംവർക്ക് തന്നത്, നെക്സ്റ്റ് ഡേ അത് വെച്ചിട്ടാണ് തുടങ്ങാറ്. ഇനി നിങ്ങൾ തനിയെ കുറച്ച് കണക്കുകൾ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെയായിരുന്നു രണ്ടാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, കണ്ടന്റ് മാത്രം, സംഖ്യകൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ചോദ്യം ഇതായിരുന്നു, എന്ത്? The average weight of a kid in a group of 10 is 35 kilogram. കഴിഞ്ഞ ക്ലാസ്സിൽ അർത്ഥം പറഞ്ഞ് തന്നിരുന്നു, എന്നാലും ഒന്നുകൂടെ പറയുന്നു. ഒരു ഗ്രൂപ്പിലെ 10 കുട്ടികളുടെ ആവറേജ് വെയിറ്റ് 35 ആണ്. When Sonu also joined them, ആ ഗ്രൂപ്പിലെ സോനു എന്ന് പറഞ്ഞ കുട്ടിയും കൂടി ജോയിൻ ചെയ്തപ്പോൾ the average became 36 kilogram. ആവറേജ് എന്നുള്ളത് 36 കിലോഗ്രാം ആയി മാറി. How much does സോനു weigh? എങ്കിൽ സോനുവിന്റെ വെയിറ്റ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെയാ ചെയ്തേ? ആദ്യം 10 കുട്ടികളുടെ ആവറേജ് വെയിറ്റ് 35 എന്ന് തന്നപ്പോൾ ആവറേജും എണ്ണവും തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് ടോട്ടൽ വെയിറ്റ് ഓഫ് 10 സ്റ്റുഡൻസ്, അപ്പൊ തന്നിട്ടുള്ള വഴികളൊക്കെ എഴുതണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ എഴുതുക? നമ്പർ ഓഫ് കിഡ്സ് ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലുള്ള ആകെ കുട്ടികളുടെ എണ്ണം എന്നല്ലേ ആദ്യം എഴുതിയത് സ്റ്റെപ്പ്. ഈക്വൽ ടു 10 എന്ന് എഴുതി. ആവറേജ് വെയിറ്റ് ഓഫ് ദീസ് 10 കിഡ്സ്. ആവറേജ് വെയിറ്റ് ഓഫ് ദീസ് 10 കിഡ്സ്. ഈ 10 കുട്ടികളുടെ ശരാശരി ഭാരം സമം 35 കിലോഗ്രാം. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് എഴുതേണ്ടത് എന്താണ്? ദ ടോട്ടൽ വെയിറ്റ് ഓഫ് 10 കിഡ്സ്. 10 കുട്ടികളുടെ ആകെ ഭാരം. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം, ടീച്ചർ ബോർഡും എഴുതി തരില്ല, ആൻസർ മാത്രമേ എഴുതുള്ളൂ. സ്റ്റെപ്പൊക്കെ നിങ്ങൾ തന്നെ എഴുതേണ്ടതാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്പർ ഓഫ് കിഡ്സ് ഇൻ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിലെ കുട്ടികളുടെ എണ്ണം സമം 10. ആവറേജ് വെയിറ്റ് ഓഫ് ദീസ് 10 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 10 കിഡ്സ്. ദി ആവറേജ് വെയിറ്റ് ഓഫ് ദീസ് 10 കിഡ്സ്. ഈ 10 കുട്ടികളുടെ ശരാശരി ഭാരം ഈക്വൽ ടു 35 കിലോഗ്രാം. രണ്ടാമത്തെ വഴി കഴിഞ്ഞു. മൂന്നാമത്തെ, ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദീസ് 10 കിഡ്സ്. അതെങ്ങനെ കണ്ടെത്തും? ദി ടോട്ടൽ വെയിറ്റ് ഓഫ് ദീസ് 10 കിഡ്സ്. 10 കുട്ടികളുടെ ആകെ ഭാരം എങ്ങനെ കണ്ടെത്തുക? എന്താ ഫോർമുല എഴുതേണ്ടത്? ആവറേജും ടോട്ടൽ നമ്പറും തന്നാൽ സം ഓഫ് നമ്പേഴ്സ് ആണ് ഇവിടെ കണ്ടെത്തേണ്ടത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതിന്റെ ഫോർമുല എന്താണ്? ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ. ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഈക്വൽ ടു, അതായത് ശരാശരി ഇൻറ്റു എണ്ണം എന്നുള്ള സമവാക്യം എഴുതണം കേട്ടോ. ശരാശരി ഇൻറ്റു എണ്ണം സമം 35 ഇൻറ്റു 10 സമം 350 കിലോഗ്രാം. ഉത്തരമായിട്ടില്ല, 350 കിലോഗ്രാം എന്നെഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെന്റൻസ് ആയിട്ട് എഴുതുക. When Sonu joined in the group, then ആ ഗ്രൂപ്പിലേക്ക് സോനു എന്ന കുട്ടി കൂടി വന്നപ്പോൾ പിന്നെന്താ സ്റ്റെപ്പ് എഴുതുക? Then number of kids in the group. Then കഴിഞ്ഞിട്ട് എഴുതേണ്ടത് പിന്നത്തെ സ്റ്റെപ്പ് നമ്പർ ഓഫ് കിഡ്സ് ഇൻ ദ ഗ്രൂപ്പ്. സോനും കൂടി ആ ഗ്രൂപ്പിലേക്ക് വന്നപ്പോൾ ആ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എണ്ണം എത്രയായി മാറി?
11 10 സോനും കൂടി വന്നപ്പോൾ 11. നമ്പർ ഓഫ് കിഡ്സ് ഇൻ ദ ഗ്രൂപ്പ് ഇസ് ഈക്വൽ ടു 11. ആ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ എണ്ണം സമം 11. ആവറേജ് വെയിറ്റ് ഓഫ് ദിസ് ഗ്രൂപ്പ് നൗ. Average weight of this group, average weight of kids in the group. ആവറേജ് സോനും കൂടി ഇൻക്ലൂഡഡ് ആയപ്പോൾ ആ ഗ്രൂപ്പിലുള്ള കുട്ടികളുടെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായി മാറി? 36 കിലോഗ്രാം. അങ്ങനെയാണെങ്കിൽ ആ 11 കുട്ടികളുടെ ആകെ ഭാരം, അപ്പോൾ അതെങ്ങനെ ചെയ്യാം? 36 ഇൻറ്റു 11 സമം എത്രയാ നോക്കുക? 36 ഇൻറ്റു 11 എത്രയാ വന്നത്? 396 kg. കിട്ടിയോ എല്ലാവർക്കും? ഇതുപോലെ 10 കുട്ടികളായിരുന്നപ്പോഴുള്ള ആകെ വെയിറ്റ് 350. സോനും കൂടി ചേർന്നപ്പോൾ ഉള്ള ഗ്രൂപ്പിലെ കുട്ടികളുടെ എണ്ണം 11 ആയി. 11 കുട്ടികളുടെ ആകെ വെയിറ്റ് 396 kg. Therefore, the weight of Sonu. 11 കുട്ടികളുടെ ആകെ വെയിറ്റിൽ നിന്ന് 10 കുട്ടികളുടെ ആകെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പുതിയതായി വന്ന ആളുടെ വെയിറ്റ് കിട്ടും അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മൾ ആ ടീച്ചറുടെ ക്ലാസ്സിലെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലം അങ്ങനെ തന്നെയല്ലേ ചെയ്തേ? അതെ. അപ്പൊ അതുപോലെ 396 നിന്ന് 350 കുറച്ചു. 396 നിന്ന് 350 കുറയ്ക്കുമ്പോ എത്രയാ കിട്ടുന്നത്? 46 kg എന്ന ആൻസർ കിട്ടിയോ? എല്ലാവർക്കും കിട്ടി അല്ലെ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ആയിരുന്നു തന്നിരുന്നത് 46 kg. ദ വെയിറ്റ് ഓഫ് സോനു ഇസ് ഈക്വൽ ടു 46 kg. സോനുവിന്റെ ഭാരം സമം 46 കിലോഗ്രാം kg എന്ന് കിട്ടിയില്ലേ എല്ലാവർക്കും? ഓക്കെ. ഇനി ഇന്നത്തെ ക്ലാസ്സിലേക്ക്, കഴിഞ്ഞ ക്ലാസ്സിലെ ഹോംവർക്ക് ആയിരുന്നു. ഇനി ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അടുത്ത പേജ് നമ്പർ 25 എടുക്കുക. അതിലെ 4ാമത്തെ ചോദ്യം, പേജ് നമ്പർ 25-ലെ 4ാമത്തെ ചോദ്യം. There are 8 teachers in a school when a 35-year-old teacher was transferred and another teacher joined. The average age was എന്നുള്ളതിന് ഇല്ല അവിടെ സ്പെല്ലിംഗ് അല്ലെ, പുതിയതിലെ ചിലർക്ക് ഉണ്ടാവില്ല. Was increased by 2 years. How old is the new teacher? എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം പറയുന്നത്? ഒരു വിദ്യാലയത്തിലാകെ 8 ടീച്ചർമാരാണ് ഉണ്ടായിരുന്നത്. അതിലെ 35 വയസ്സുള്ള ഒരു ടീച്ചർ ആ സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയി. അതിന് പകരം വേറെ ഒരു പുതിയ ടീച്ചർ അവിടേക്ക് ജോയിൻ ചെയ്തു. ഒരാൾ പോകുമ്പോൾ അതിന് പകരം ഒരു പുതിയ ടീച്ചർ ആ സ്കൂളിൽ ജോയിൻ ചെയ്തു. ദി ആവറേജ് ഏജ് വാസ് ഇൻക്രീസ്ഡ് ബൈ 2 years. പുതിയ ടീച്ചർ ജോയിൻ ചെയ്തപ്പോൾ ആ സ്കൂളിലെ ടീച്ചർമാരുടെ ആവറേജ് ഏജ് 2 വയസ്സ് കൂടി എല്ലാവരുടെയും. ഹൗ ഓൾഡ് ഈസ് ദ ന്യൂ ടീച്ചർ? എങ്കിൽ പുതിയതായി വന്ന ടീച്ചറുടെ വയസ്സ് എത്ര? ഇതൊരു പ്രത്യേകതയാണ്. കാരണം ടീച്ചർമാരുടെ എണ്ണം തന്നിട്ടുണ്ട് 8, പക്ഷെ വേറെ ഒന്നും തന്നിട്ടില്ല അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ആവറേജ് എങ്കിലും തന്നിരുന്നെങ്കിൽ ടോട്ടൽ എങ്ങനെയാന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കുമായിരുന്നു. ഇവിടെ വേറെ ഒന്നും തന്നിട്ടില്ല. മലയാളത്തിൽ എന്താ ചോദ്യം ചോദിച്ചെങ്ങനെ നോക്കൂ. ഒരു വിദ്യാലയത്തിൽ 8 അധ്യാപകരാണ് ഉള്ളത്. 35 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി. പകരം മറ്റൊരു അധ്യാപകൻ വന്നപ്പോൾ അധ്യാപകരുടെ ശരാശരി വയസ്സ് 2 കൂടി. പുതുതായി വന്ന അധ്യാപകന്റെ പ്രായം എത്രയാണ്? ഇത് കുറച്ച് കുഴപ്പിക്കണ ചോദ്യമാണ്. എന്താണ്? ഒരു സ്കൂളിലാകെ 8 ടീച്ചർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ടീച്ചർ ട്രാൻസ്ഫർ ആയി പോയി. അപ്പൊ എത്ര ടീച്ചർമാരേ ഉള്ളൂ അവിടെ? 7 ടീച്ചർമാരേ ഉള്ളൂ. പക്ഷെ പകരം വേറൊരു ടീച്ചർ അവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. അപ്പൊ വീണ്ടും അധ്യാപകരുടെ എണ്ണം 8 തന്നെയായില്ലേ? 8 പേരുണ്ടായിരുന്നു, ഒരാൾ പോയി, അപ്പൊ 7 ആയി മാറി. പക്ഷേ ആ പോയ ആൾക്ക് പകരം വേറൊരാൾ അവിടെ ജോയിൻ ചെയ്തു. അപ്പൊ ആ സ്കൂളിലെ അധ്യാപകരുടെ എണ്ണം 8 തന്നെയാണ്.
പിന്നെ എന്താ തന്നിരിക്കുന്നത്? 35 വയസ്സുള്ള ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനാണ് സ്ഥലം മാറിപ്പോയത്. പകരം വന്നത് എത്ര വയസ്സുള്ളതാണ്? ഇതൊന്നും തന്നിട്ടില്ല. പക്ഷെ ഒന്ന് തന്നിട്ടുണ്ട്. എന്താണ്? പുതിയതായിട്ട് ഒരു ടീച്ചർ ജോയിൻ ചെയ്തപ്പോൾ അവിടെയുള്ള ടീച്ചർമാരുടെ വയസ്സുകളുടെ ആവറേജ് 2 വെച്ച് കൂടി. എങ്കിൽ പുതിയതായി വന്ന ടീച്ചറുടെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ടീച്ചർമാരുടെ വയസ്സിന്റെ ആകെ തുക കാണാൻ ഒരു ധാരണയില്ല. കാരണം എന്താ? ടീച്ചർമാരുടെ വയസ്സിന്റെ ആവറേജ് എത്രയാന്ന് തന്നിട്ടില്ല. ആവറേജ് 2 എന്നല്ല തന്നിരിക്കണേ. അത് തെറ്റിയിരിക്കരുത്. എന്താ 2 തന്നിരിക്കണത്? എന്താ? പുതിയതായിട്ടുള്ള ടീച്ചർ ജോയിൻ ചെയ്തപ്പോൾ അവരുടെ വയസ്സുകളുടെ ആവറേജ് 2 കൂടി ഇൻക്രീസ് ചെയ്തു എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? സ്കൂളിലെ അധ്യാപകരുടെ എണ്ണം 8 എന്നെടുത്തു. എന്നിട്ട് പുതിയ അധ്യാപകൻ വന്നപ്പോൾ, പഴയ അധ്യാപകന്റെ വയസ്സ് 35 ആണ് കേട്ടോ. പുതിയ അധ്യാപകൻ വന്നപ്പോൾ 2 വയസ്സ് വെച്ചല്ലേ എല്ലാ അധ്യാപകരുടെയും കൂടിയേ. അപ്പൊ 8 അധ്യാപകരുടെയും കൂടി മൊത്തം ആവറേജ് ഏജ് എത്രയാ കൂടിയേ എന്ന് എങ്ങനെയാ കാണുക? 8 × 2 16 എന്നല്ലേ കാണുക? അങ്ങനെയല്ലേ കാണുക? ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ അല്ലേ വരിക നമുക്ക് സമ്മ് കാണാനായിട്ട്. മൊത്തം വയസ്സ് ഇൻക്രീസ് ചെയ്തത്, അല്ലാണ്ട് ആ ടീച്ചർമാരുടെ മൊത്തം വയസ്സല്ല കേട്ടോ നമ്മൾ കാണുന്നത്. ഇൻക്രീസ് ചെയ്ത വയസ്സ് എത്രയാ? മൊത്തം ഇൻക്രീസ് ചെയ്തത് എത്ര എന്നുള്ളതാ. ഒരാളുടെയാണ് 2 വയസ്സ് വെച്ച് മൊത്തം കൂടിയത്. അപ്പൊ 8 പേരുടെയും കൂടി കൂടിയത് 16 വയസ്സാണ് ആവറേജ് കൂടിയത്. എങ്ങനെ 16 കിട്ടി? അധ്യാപകരുടെ എണ്ണമായ 8നെ ഇൻക്രീസ് ചെയ്ത ആവറേജ് വയസ്സായ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 8 × 2 16 എന്ന് കിട്ടി. ഇനി നമുക്ക് പുതിയ അധ്യാപകന്റെ വയസ്സ് എത്രയാണെന്നാണ് അറിയേണ്ടത്. പോയ അധ്യാപകന്റെ വയസ്സ് 35 ആണ്. അതിനോടുകൂടി ഈ എത്ര വയസ്സാണോ ഈ അധ്യാപകരുടെ ആവറേജ് കൂടിയത് അത് കൂട്ടിയാൽ പോരെ. ഇപ്പൊ 16 ആണ് കൂടിയത് മൊത്തം. ആ 35ന്റെ കൂടെ ഈ 16 കൂടി കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കില്ലേ പുതിയതായി ജോയിൻ ചെയ്ത അധ്യാപകന്റെ വയസ്സ്. ഓരോന്നും ഓരോ മെത്തേഡാ അല്ലെ. നമുക്ക് ഓരോ പ്രോബ്ലം ആവറേജിന്റെ ഓരോ മെത്തേഡായിട്ടാണ് നമുക്ക് കാണുന്നത്. കഴിഞ്ഞ ദിവസം ചെയ്ത പോലെയല്ല ഇപ്പോൾ ചെയ്യണം. ഒരുപാട് വ്യത്യാസങ്ങളാണ് വരുന്നത്. അപ്പൊ ഇവിടെ ചോദ്യം തന്നിരിക്കുന്നത് ആകെ സ്കൂളിൽ 8 അധ്യാപകരാണുള്ളത്. അതിലെ ഒരു അധ്യാപകൻ 35 വയസ്സുള്ള ഒരു അധ്യാപകൻ ട്രാൻസ്ഫർ ആയി പോയി. പകരം വേറൊരു അധ്യാപകൻ ജോയിൻ ചെയ്തു. അപ്പോൾ അധ്യാപകരുടെ എണ്ണത്തിൽ വ്യത്യാസമില്ല. 8 തന്നെയാണ് അധ്യാപകരുടെ എണ്ണം വരുന്നത്. പിന്നെ ആകെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താ? പുതിയ അധ്യാപകൻ ജോയിൻ ചെയ്തപ്പോൾ അവിടെയുള്ള അധ്യാപകരുടെ വയസ്സിന്റെ ആവറേജ് ശരാശരി 2 കൂടി, 2 വെച്ച് കൂടി. എങ്കിൽ പുതിയതായി ജോയിൻ ചെയ്ത അധ്യാപകന്റെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ അധ്യാപകരുടെ എണ്ണം 8 എന്ന് തന്നെ എടുത്തു. പുതിയതായി ജോയിൻ ചെയ്തപ്പോൾ അധ്യാപകരുടെ വയസ്സിൽ ആവറേജ് വയസ്സിൽ ഉണ്ടായ വർധനവ് ഓരോരുത്തരുടെ വെച്ചല്ലേ 2 വെച്ച് കൂടിയത്. അപ്പൊ 8 പേരുടെയും കൂടി എത്ര കൂടും? 8 × 2 16 വയസ്സ് മൊത്തം, അല്ലാണ്ട് ഒരാളുടെ തന്നെയല്ല കേട്ടാ. മൊത്തം 16 വയസ്സാണ് ആവറേജ് കൂടിയത്. 16 എങ്ങനെയാ കിട്ടിയത് മനസ്സിലായല്ലോ. അതായത് 2 വയസ്സ് വെച്ച് ആവറേജ് 2 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടീച്ചേഴ്സ് 8 ആണ്. അപ്പോൾ സം ഓഫ് നമ്പേഴ്സ് കാണാൻ ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഉപയോഗിച്ച് 8 × 2 16 എന്ന് കിട്ടി. അപ്പോൾ 35 വയസ്സുള്ള അധ്യാപകൻ പോയി. പകരം വന്ന അധ്യാപകന്റെ വയസ്സ് എന്ന് പറഞ്ഞാൽ ആ പോയ ആളുടെ വയസ്സിന്റെ ഈ 16 കൂടി, 16 എന്ന് പറയുന്നത് എത്രയാ? ആവറേജ് വയസ്സ് കൂടിയതാണ് 16. ആ 16 കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പുതിയതായി ജോയിൻ ചെയ്ത അധ്യാപകന്റെ വയസ്സ് 35. എത്രയാണ്? 35 വയസ്സുള്ള ആളല്ലേ പോയ. 35 + 16 സമം എത്രയാണോ കിട്ടുന്നത്? 51 വയസ്സ്. പുതിയതായി ചേർന്ന അധ്യാപകന്റെ വയസ്സ് 51 എന്ന് നമുക്ക് കിട്ടും. ചെയ്തു നോക്കാം. കുറച്ച് മനസ്സിലായിട്ടുള്ളൂ എങ്കിലും നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ തുടങ്ങാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോ ചെയ്യാൻ തുടങ്ങുന്നത്? എത്രാമത്തെയാ? 4ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. പേജ് നമ്പർ 25. പേജ് 25-ലെ 4ാമത്തെ പ്രോബ്ലം ആണ് ചെയ്യുന്നത്.
ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് എഴുതിയെടുക്കുക കേട്ടാ. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കണം. Number of teachers. Number of teachers. Number of teachers is equal to 8. അധ്യാപകരുടെ എണ്ണം കേട്ടോ. അധ്യാപകരുടെ എണ്ണം. അധ്യാപകരുടെ എണ്ണം സമം 8. ഇനി എന്താണ്? ഒരു സെന്റൻസ് നമ്മൾ എഴുതണം. എന്ത്? When a teacher of age 35 was transferred and another teacher joined എന്ന് പറഞ്ഞിട്ടൊരു സെന്റൻസ് എഴുതണം. എന്താ? A teacher of 35-year-old was transferred and another teacher joined. ടെക്സ്റ്റിലുള്ള അതേ സെന്റൻസ് തന്നെ എഴുതിട്ടാ. അതേ സെന്റൻസ് തന്നെ എഴുതാം. A 35-year-old teacher was കറക്റ്റ് എഴുതാം. കുഴപ്പമില്ല. സെന്റൻസ് അല്ല. Transferred and another teacher joined. And another teacher joined. അപ്പോഴും ടീച്ചറുടെ എണ്ണത്തിന് വ്യത്യാസം വരണില്ല അല്ലെ. 35 വയസ്സുള്ള ഒരു അധ്യാപകൻ പോയി, സ്ഥലം മാറിപ്പോയി. അതെന്നെ എഴുതട്ടെ. 35 വയസ്സുള്ള ഒരു അധ്യാപകൻ 35 വയസ്സുള്ള ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോയി. പകരം മറ്റൊരു അധ്യാപകൻ വന്നു. പകരം മറ്റൊരു അധ്യാപകൻ വന്നു. വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? then the increase in the average age of 8 teachers. വന്നപ്പോഴല്ലേ ആവറേജ് ഏജ് 2 വെച്ച് കൂടിയത്. അപ്പോൾ then the increase in the average age of 8 teachers. പുതിയ ഒരാള് ജോയിൻ ചെയ്തപ്പോ 8 ടീച്ചർമാരുടെയും വയസ്സ് ഇൻക്രീസ് ചെയ്തത് എത്ര? ഒരാളുടെയാണ് 2 വെച്ച് ഇൻക്രീസ് ചെയ്തത് ആവറേജ്. അപ്പൊ 8 ടീച്ചർമാരുടെയും കൂടി എത്രയാണ് ഇൻക്രീസ് ചെയ്യുക? 8 into 2 is equal to 16. നോക്കൂ, ഇവിടെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഓരോ ടീച്ചർമാരുടെയും ആവറേജ് ഏജ് പുതിയ ആള് ജോയിൻ ചെയ്തപ്പോൾ 2 വയസ്സ് വെച്ചാണ് കൂടിയത്. ആവറേജ് ഏജ് കേട്ടാ, ആവറേജ്. അങ്ങനെയാണെങ്കിൽ 8 ടീച്ചർമാരുടെയും കൂടി എത്രയായിരിക്കാം വർദ്ധിച്ചിട്ടുണ്ടാവുക? 8 ടീച്ചർമാരുടെയും കൂടി
ഏജ് എത്രയാണ് വർദ്ധിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ദ ഇൻക്രീസ് ഇൻ ദ ഏജ് ഓഫ് 8 ടീച്ചേഴ്സ് ഈക്വൽ ടു 8 into 2 ഈക്വൽ ടു മൊത്തം ഇൻക്രീസ് ചെയ്തത് 16. അപ്പൊ എന്താണ് എഴുതുക? എട്ട് ടീച്ചർമാരുടെയും കൂടി 8 അധ്യാപകരുടെയും കൂടി വർദ്ധിച്ച വയസ്സ് അല്ലെങ്കിൽ കൂടിയ അധ്യാപകരുടെയും കൂടിയ വയസ്സ് വർദ്ധിച്ച വയസ്സ് സമം 8 into 2 സമം 16. 8 അധ്യാപകരുടെയും കൂടി വർദ്ധിച്ച വയസ്സ്. പുതിയ ആള് ജോയിൻ ചെയ്തപ്പോൾ 8 അധ്യാപകരുടെയും കൂടി ഓരോരുത്തരുടെയും 2 വെച്ച് കൂടിയെങ്കിൽ 8 അധ്യാപകരുടെയും കൂടി വർദ്ധിച്ച വയസ്സ് 16. മൂലത്തമാക്കിയാലോ? 8 അധ്യാപകരുടെയും കൂടി വർദ്ധിച്ച വയസ്സ് കൃത്യമായിട്ട് എഴുതിയെടുക്കാൻ പറ്റണത്. 16 വയസ്സാണ് വർദ്ധിച്ചത് എങ്കിൽ എന്താണ് എഴുതേണ്ടത്? ഇനി എന്താ എഴുതണം നമുക്ക്? The total age increased. ഇനി എന്താ എഴുതും നമ്മൾ? ഇത് കഴിഞ്ഞിട്ട് അപ്പൊ വർദ്ധിച്ച വയസ്സ് 16 ആണ്. അപ്പൊ 35 വയസ്സുള്ള ഒരു ടീച്ചർ പോയി പകരം ഒരു അധ്യാപകൻ സ്കൂളിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഓരോരുത്തരുടെയും വയസ്സ് ആവറേജ് ഏജ് 2 വെച്ച് കൂടി. അപ്പോൾ 8 അധ്യാപകരുടെയും കൂടിയ വയസ്സ് 16 എന്ന് എഴുതി. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? പുതിയതായി ജോയിൻ ചെയ്ത അധ്യാപകന്റെ വയസ്സ് അല്ലേ? അപ്പൊ ഏജ് ഓഫ് ന്യൂലി ജോയിൻഡ്. ഏജ് ഓഫ് ന്യൂലി പുതിയതായി ന്യൂലി NEWLY ന്യൂലി ജോയിൻഡ് ടീച്ചർ പുതിയതായി ജോയിൻ ചെയ്ത ടീച്ചറുടെ വയസ്സ് സമം പോയത് ഏതിൽ നിന്നാ കൂടിയത്? 35 ആയിരുന്നു. അപ്പൊ വലിയ കുഴപ്പമുണ്ടായില്ല. 35-ൽ നിന്ന് എത്ര കൂടി? പുതിയതായി വന്നപ്പോ ഓരോരുത്തരുടെയും മൊത്തം 16 വയസ്സ് കൂടി. അപ്പൊ എത്ര വന്നു? 51. ഇതാണ് പുതിയതായി വന്ന അധ്യാപകന്റെ. പുതിയതായി വന്ന അധ്യാപകന്റെ വയസ്സ്. പുതിയതായി വന്ന അധ്യാപകന്റെ വയസ്സ്. പുതിയതായി വന്ന അധ്യാപകന്റെ വയസ്സ്. പുതിയതായി വന്ന അധ്യാപകന്റെ വയസ്സ് പോയ ആളുടെ 35 വയസ്സിൽ നിന്ന് അധികമായി വർദ്ധിച്ചത് 16. നമുക്ക് എത്ര കിട്ടി? 51 വയസ്സ്. ഇതൊന്നും നമ്മൾ സ്റ്റാർ മാർക്ക് ഇട്ട് വെച്ചോളൂട്ട. പ്രോബ്ലം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ് ഇത്. അതുകൊണ്ട് നമുക്ക് സ്റ്റാർ മാർക്ക് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് കുറച്ച് കൂടുതലായിട്ട് നോട്ട് ചെയ്യാനായിട്ട്. മനസ്സിലാക്കാൻ. ഓക്കെ. അപ്പൊ നമ്മളൊരു സ്കൂളില് 8 അധ്യാപകരുണ്ടായിരുന്നു. ആ 8 അധ്യാപകരില് ഒരു അധ്യാപകൻ പോയി പകരം വേറൊരു അധ്യാപകൻ വന്നു. അപ്പൊ ആ സ്കൂളിലുള്ള ടീച്ചർമാരുടെ എണ്ണത്തിൽ വ്യത്യാസം വരുന്നില്ല, 8 തന്നെയാണ്. പിന്നെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 35 വയസ്സുള്ള അധ്യാപകൻ പോയി പകരം പുതിയ അധ്യാപകൻ വന്നപ്പോൾ അവിടെയുള്ള ടീച്ചർമാരുടെ ആവറേജ് ഏജ് 2 കൂടി. ആവറേജ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും വെച്ചിട്ടല്ലേ പറയണേ? 2 വെച്ച് കൂടി എങ്കിൽ 8 അധ്യാപകരുടെയും കൂടി ആകെ വയസ്സ് എത്രയാണ് കൂടുക?
8 ഇൻറ്റു 2 16 വെച്ചാണ് കൂടിയത്. അപ്പൊ 16 വയസ്സാണ് പണ്ടുണ്ടായിരുന്ന ആളേക്കാൾ ഇപ്പോൾ കൂടിയത് അല്ലെ. അപ്പോൾ പുതിയതായി വന്ന ആളുടെ വയസ്സ് എത്രയാ? പണ്ടുണ്ടായ ആ 35 വയസ്സുള്ള അതിൽ നിന്ന് ഇപ്പോൾ കൂടിയ വയസ്സായ 16 കൂടി കൂട്ടിയപ്പോഴാണ് പുതിയതായി ജോയിൻ ചെയ്ത അധ്യാപകന്റെ വയസ്സ്. അത് നമുക്ക് എത്ര കിട്ടി? 51 എന്ന് കിട്ടി ആഡ് ചെയ്തപ്പോൾ. ഓക്കെ, കുറച്ചേ മനസ്സിലായിട്ടുള്ളൂ, മുഴുവനായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലായി പതുക്കെ പറ്റുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് ഞാൻ ആദ്യമേ പറയേണ്ട, ഈ ലെസണിൽ ഓരോ ക്ലാസ്സും നമ്മൾ 3-4 പ്രാവശ്യം കണ്ടാലേ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എട്ടി പിടിയും തന്നെ പെട്ടെന്ന് കിട്ടില്ല. പതുക്കെ മനസ്സിലാക്കി പോവുക. അന്നന്ന് എടുക്കുന്നത് കൃത്യമായിട്ട് എഴുതി പഠിക്കാനും ശ്രമിക്കുക കേട്ടോ. 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 5ാമത്തെ, the average rainfall per month during 2014 in a place was calculated to be 23 centimeter. ഒരു സ്ഥലത്ത് 2014 പെയ്ത ശരാശരി മഴയുടെ അളവ്, ഒരു സ്ഥലത്ത് ഏതോ ഒരു സ്ഥലത്ത് 2014 പെയ്ത ശരാശരി മഴയുടെ അളവ് 23 സെന്റിമീറ്റർ ആണ്. The total rainfall there during in June, July and August was 150 centimeter. ആ സ്ഥലത്ത് ഉള്ള ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ആകെ പെയ്ത മഴയുടെ അളവ് 150 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2014 ആവറേജ് റെയിൻഫോൾ 23 ആണ്. 3 മാസത്തെയും കൂടി ആകെ റെയിൻഫോൾ റെയിൻഫോൾ എന്ന് പറഞ്ഞാൽ മഴ, റെയിൻഫോൾ 150 സെന്റിമീറ്റർ ആണ്. എന്നിട്ട് എ ബി സി എന്ന് പറഞ്ഞിട്ട് 3 ചോദ്യങ്ങളുണ്ട്. അതിൽ എ, വാട്ട് ഈസ് ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിങ് ദീസ് 3 months? എന്താണ് ചോദിച്ചേക്കണേ? 3 മാസത്തെയും കൂടി ആകെ മഴ പെയ്തത് 150 ആണ് എങ്കിൽ അതിന്റെ ആവറേജ് പെർ മന്ത് കണ്ടെത്താൻ പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആവറേജ് കണ്ടെത്തുക. അപ്പോൾ ആവറേജ് കാണാനുള്ള ഫോർമുലയിലേക്ക് പോയി. സം ഓഫ് നമ്പേഴ്സ്, ഇന്ന് നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായില്ല അല്ലെ. സം ഓഫ് നമ്പേഴ്സ് ബൈ ടോട്ടൽ നമ്പർ. ഇവിടെ സം ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടോ? സം ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആകെ തുക തന്നിട്ടുണ്ടോ? റെയിൻഫോളിനെ സംബന്ധിച്ചിടത്തോളം തന്നിട്ടുണ്ട്. 3 മാസവും കൂടി ആകെ പെയ്ത മഴ 150 എന്ന് തന്നിരിക്കുന്നു. എണ്ണം, ടോട്ടൽ നമ്പർ എത്രയാണ്? 3 മാസമാണ് തന്നിരിക്കുന്നത്. അപ്പൊ ടോട്ടൽ നമ്പർ 3. അപ്പൊ ചിലർക്ക് സംശയം, എന്തിനാ ടീച്ചറെ ഇപ്പൊ മുകളിൽ 23 തന്നേക്കണേ? അതെന്താ ആവശ്യത്തിനാ തന്നിരിക്കുന്നത്? ആവശ്യം വരും. ഇനി ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ തന്നിട്ടില്ലേ, അതിൽ നമുക്ക് ചിലപ്പോൾ ആവശ്യം വരാം. ഇപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ നമുക്ക് ആവശ്യമുള്ളത് എന്തേ ഉള്ളൂ? 3 മാസം കൂടി പെയ്ത ആകെ മഴ ബൈ 3 മാസം. അപ്പോൾ എണ്ണം 3, 150 ബൈ 3 എന്ന് ചെയ്താൽ നമുക്ക് എ എന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം കിട്ടും. മനസ്സിലാവില്ല? ഒരു സ്ഥലത്ത് ഒരു മാസം 2014 ഒരു മാസം പെയ്ത, ഓരോ മാസവും പെയ്ത ശരാശരി മഴയുടെ അളവാണ് 23 തന്നിരിക്കുന്നത്. അത് ആവറേജ് തന്നിരിക്കുന്നു. 2014 ഓരോ മാസവും പെയ്ത ആവറേജ് റെയിൻഫോൾ ശരാശരി മഴയുടെ അളവ് 23 എന്ന് തന്നിരിക്കുന്നു. കൂടാതെ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ 3 മാസവും കൂടി ആകെ പെയ്ത മഴ 150 സെന്റിമീറ്റർ എന്നും തന്നിരിക്കുന്നു. എന്നിട്ട് എ എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഈ 3 മാസത്തെയും അടിസ്ഥാനമാക്കി ഓരോ മാസവും പെയ്ത ആവറേജ് റെയിൻഫോൾ ശരാശരി മഴയുടെ അളവ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ആവറേജ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആകെ തുകയും എണ്ണവും അറിയണം. സം ഓഫ് നമ്പേഴ്സും ടോട്ടൽ നമ്പറും അറിഞ്ഞിരിക്കണം. ഇവിടെ സം ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ 3 മാസത്തെ മാത്രം ആകെ മഴ പെയ്തത് ചോദ്യത്തിൽ തന്നിരിക്കുന്നു 150 സെന്റിമീറ്റർ. അപ്പോൾ സം ഓഫ് നമ്പേഴ്സ് അഥവാ ആകെ തുക എന്ന് പറയുന്നത് ഇവിടെ എത്ര എടുക്കാം? 150 സെന്റിമീറ്റർ എന്നെടുക്കാം. പിന്നെ എണ്ണമാണ് നമുക്ക് അറിയേണ്ടത്, അതിനെയല്ലേ ഡിവൈഡ് ചെയ്യേണ്ടത്. എണ്ണം അഥവാ ടോട്ടൽ നമ്പർ എത്രയാണ്? ഇവിടെ 3 മാസത്തെ കണക്കാണ് എടുക്കുന്നത്. അപ്പോൾ 3 എന്നുള്ള സംഖ്യയല്ലേ നമ്മളിവിടെ എണ്ണം അഥവാ ടോട്ടൽ നമ്പർ ആയിട്ട് എടുക്കുക.
അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തില് 150/3 എന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും അവിടെ കിട്ടുക. ഓക്കെ. ബി ചോദ്യം എന്താണ്? വാട്ട് വാസ് ദ ടോട്ടൽ റെയിൻഫോൾ ഡ്യൂറിംഗ് ദ എൻറ്റയർ ഇയർ ഓഫ് 2014? 2014 ആകെ പെയ്ത മഴയുടെ അളവ് എത്ര? അവിടെയാണ് എനിക്ക് എന്താവശ്യം? 23 എന്നുള്ള ഒരു സംഖ്യ ചോദ്യത്തിൽ ആദ്യം തന്നിട്ടില്ലേ? അതെനിക്ക് ആവശ്യം. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പല കുട്ടികൾക്ക് സംശയം, അതെന്താ ടീച്ചറെ 23 എന്നുള്ളത് തന്നിട്ടുണ്ടല്ലോ, എന്താ ആവശ്യത്തിന് ഞങ്ങൾ ആ 23 എടുക്കണ്ടേ? അത് എടുക്കാൻ ടീച്ചർ പറയണില്ലല്ലോ. അത് നമുക്ക് ഈ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യനിൽ ആവശ്യം വരണോ അല്ലേ? അപ്പൊ ബി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്? 2014 ആകെ പെയ്ത മഴയുടെ അളവ് എത്ര? 2014 എത്ര മാസങ്ങളുണ്ട്? ആകെ പെയ്ത മഴ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമവാക്യത്തിൽ എന്താണ് കണ്ടെത്തേണ്ടത്? അത് ആദ്യം പറയാം. ആകെ പെയ്ത മഴ, ആകെ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഏതാണ് കണ്ടെത്തേണ്ടത്? സം ഓഫ് നമ്പേഴ്സ് അല്ലേ കണ്ടെത്തേണ്ടത്? കാരണം ആവറേജ്, ആകെ പെയ്ത മഴ, ഒരു വർഷത്തിൽ ആകെ കിട്ടിയത് അല്ലെങ്കിൽ ആകെ തുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? സം ഓഫ് നമ്പേഴ്സ് അല്ലേ നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ സം ഓഫ് നമ്പേഴ്സ് കണ്ടെത്താനായിട്ട് എന്താണ് അതിന്റെ ഫോർമുല? ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ ആണ്. ഇതിൽ ആവറേജ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടോ? തുടക്കം തന്നെ ഈ ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ് തന്നെ അതാ. എന്ത്? 2014 ഓരോ മാസവും പെയ്ത ശരാശരി മഴയുടെ അളവ് 23 സെന്റിമീറ്റർ എന്നല്ലേ ഈ ചോദ്യത്തിന്റെ സ്റ്റാർട്ടിംഗ് സെന്റൻസ് തന്നെ തന്നേക്കണത്. അപ്പോ ആവറേജ് 23 എന്ന് കിട്ടി. ഇനി എന്താ എനിക്ക് കിട്ടേണ്ടത്? ആവറേജ് ഇൻറ്റു ടോട്ടൽ നമ്പർ ആണ് സം ഓഫ് നമ്പേഴ്സ് കണ്ടെത്താൻ. അപ്പൊ ടോട്ടൽ നമ്പർ ഇവിടെ സംഖ്യ തന്നിട്ടില്ല, അത് എത്രയാ? 3 എന്ന് എടുക്കാമോ? ആകെ ഒരു വർഷത്തിൽ 3 മാസമേ ഉള്ളൂ അല്ലല്ലോ. 2014 അല്ലെങ്കിൽ ഏത് വർഷം ആയിക്കോട്ടെ, 14, 15, 20 എന്തോ ആയിക്കോട്ടെ, ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട് അതാദ്യം അറിയണ്ടേ. ഒരു വർഷത്തിൽ എത്ര മാസങ്ങളാണ് ഉള്ളത്? ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുമ്പോഴാണ് ടീച്ചറെ ബുദ്ധിമുട്ട്. ഒരാഴ്ചയിലുള്ള ദിവസം, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് ഉണ്ട് ഒരു മണിക്കൂറിൽ, ഇതൊക്കെ ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടാ. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയാ ആകെ പുലിവാലാവും. ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട്? ഇത്രയാ വരണേ. അതെ അവിടെ പറയുന്നുണ്ടല്ലോ 12 മാസം. അറിയണവരുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഒരേപോലെയല്ല അല്ലേ, കുറച്ചൊക്കെ അറിയണവരുണ്ട്. പക്ഷെ ഇതറിയാത്തവർ കുറവാ, മിണ്ടാണ്ടിരിക്കാന്നേ ഉള്ളൂ അല്ലേ. 12 മാസമാണ് ഒരു വർഷത്തിലുള്ളത് അല്ലേ. അപ്പോ ടോട്ടൽ നമ്പർ അഥവാ എണ്ണം 12 എന്നും കിട്ടി. ആവറേജ് 23 എന്നും അറിയാം. അപ്പൊ 23 × 12 ചെയ്യാൻ നമുക്ക് ആരെങ്കിലും സഹായം വേണം? നമുക്ക് ചെയ്യാറില്ലേ? അപ്പൊ 23 × 12 അങ്ങോട്ട് ചെയ്തപ്പോ എന്ത് കിട്ടി നമുക്ക്? ബി ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയെന്ന്. ചോദ്യത്തിന്റെ നീളവും ABC എന്നൊക്കെ കാണുമ്പോ അയ്യോ ഇതൊക്കെ എന്താണാവോ, ഇതൊന്നും എന്നെ കൊണ്ടാവാൻ പറ്റില്ല, നമുക്കൊന്നും എടുത്തു പോക്കാൻ പറ്റുന്നതിനേക്കാൾ വലിയ ചോദ്യ, നടക്കില്ല, അതൊന്നും ചെയ്യാൻ പറ്റുന്ന സാധ്യതയില്ല എനിക്ക് എന്ന് വിചാരിക്കേണ്ട. വായിച്ചു നോക്കിയാൽ ഒന്നുമില്ല എന്ന് മനസ്സിലാവും. നമുക്ക് മനസ്സിലാക്കി എടുക്കണം എന്താണ് കണ്ടെത്തേണ്ടത്, ഏത് ഫോർമുലയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കേണ്ടത്, അതിന് ഏതൊക്കെയാണ് എനിക്ക് ആവശ്യമുള്ളത്, തന്നിരിക്കുന്നത് എന്തൊക്കെ എന്ന് ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം. അത് നമ്മളുടെ കഴിവ് തന്നെയാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. പതുക്കെ പതുക്കെ വായിച്ച് 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 നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കേ വഴിയുള്ളൂ അല്ലേ. ഒരു ചോദ്യം പലരും ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്, ടീച്ചറെ ചോദ്യം മനസ്സിലായില്ല അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. ചോദ്യം മനസ്സിലാക്കിയെടുക്കാൻ എന്തേ വഴിയുള്ളൂ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയംകാരട്ടാ. മനസ്സിലാവില്ല കേട്ടോ ചോദ്യം, എന്താ ചെയ്യണ്ടേന്ന് മനസ്സിലാവില്ല. കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ഗുണിക്കുകയാണോ ഹരിക്കുകയാണോ ഒരു രക്ഷയില്ല മനസ്സിലാക്കിയെടുക്കാൻ. ആ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്താ? ചോദ്യം വായിച്ചാൽ അതിന്റെ മലയാള അർത്ഥം എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. അപ്പൊ ഓരോ ചോദ്യത്തിനെയും ഇപ്പൊ ടീച്ചർ പറഞ്ഞു തരുന്നുണ്ട്, പരീക്ഷ വരുമ്പോ അടുത്ത് നിന്ന് മലയാള അർത്ഥം പറഞ്ഞു തരാൻ ഉണ്ടാവില്ല ആരും. അപ്പൊ നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുക്കുക തന്നെ നിവൃത്തിയുള്ളൂ. അപ്പൊ ഓരോന്നിന്റെയും മലയാളം നമ്മൾ മനസ്സിലാക്കി വേണം ഏത് സബ്ജക്റ്റ് ആയാലും പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ ബി ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ടോട്ടൽ റെയിൻഫോൾ ഡ്യൂറിംഗ് ദ എൻറ്റയർ ഇയർ ഓഫ് 2014? 2014 ആകെ പെയ്ത മഴയുടെ അളവ് നമ്മൾ പറഞ്ഞു 23 × 12 ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടും. സി ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിംഗ് ദി അതർ 9 months? 3 മാസത്തെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ നമ്മൾ എ ക്വസ്റ്റ്യനിൽ കണ്ടു.
ആ 3 മാസം മാറ്റി വെച്ചാൽ ഒരു വർഷത്തിൽ ബാക്കി എത്ര മാസങ്ങളുണ്ട്? 9 മാസങ്ങളാണുള്ളത്. ആ ബാക്കി 9 മാസങ്ങളിലെ ഓരോ മാസവും പെയ്ത ആവറേജ് റെയിൻഫോൾ എത്ര എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. നമുക്ക് ഇത് ചെയ്യാം. ഇത് എഴുതി കഴിഞ്ഞല്ലോ അല്ലെ? കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ് കേട്ടോ. നമുക്ക് ഇത്തിരി സ്ഥലം ആവശ്യമില്ല കൂടുതൽ. അപ്പൊ കുറച്ച് ലെങ്ത് ഉണ്ട്. അത് ചെയ്ത് തുടങ്ങാം. നമുക്ക് എത്രാമത്തെ ചോദ്യമാണ്? 5ാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. The average rainfall in 2014. അല്ലെങ്കിൽ എ ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങിയാലും നമുക്ക് ABC എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എ. The total rainfall during June, July and August. The total rainfall during ഏതൊക്കെ മാസങ്ങളിൽ? ജൂൺ, ജൂലൈ ആൻഡ് ഓഗസ്റ്റ്. June, July and August is equal to 150 centimeter. June, July and August. June, July, August മാസങ്ങളിൽ പെയ്ത ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ പെയ്ത ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പെയ്ത ആകെ മഴയുടെ അളവ്. ആകെ മഴയുടെ അളവ്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പെയ്ത ആകെ മഴയുടെ അളവ് സമം 150 സെന്റിമീറ്റർ. മാസങ്ങളുടെ എണ്ണം സമം നമ്പർ ഓഫ് മന്ത്സ് 3 അല്ലേ? 3 മാസത്തെ കാര്യമല്ലേ ഇവിടെ പറയുന്നുള്ളൂ. നമ്പർ ഓഫ് മന്ത്സ് ഈക്വൽ ടു 3. മലയാളം മീഡിയംകാരൻ എഴുതുന്നത് എന്താ? മാസങ്ങളുടെ എണ്ണം സമം 3 ആയതുകൊണ്ട് എന്താണ് എഴുതുക? The average rainfall per month during these 3 months. ചോദ്യത്തിലുള്ള അതേപോലെ തന്നെ average rainfall per month. ചോദ്യത്തിലുള്ള അതേപോലെ per month during these 3 months. During these 3 months. Is equal to formula എഴുതി sum of numbers by total number. Sum of numbers by total number. മുകളിലത്തെ മാർക്കട്ടെ. Sum of numbers by total number. The total rainfall during June, July and August. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ പെയ്ത ആകെ മഴയുടെ അളവ് സമം 150 സെന്റിമീറ്റർ. നമ്പർ ഓഫ് മന്ത്സ് ഓൾറെഡി അറിയാം നമുക്ക്. മാസങ്ങളുടെ എണ്ണം 3 ആണെങ്കിൽ ആവറേജ് റെയിൻഫോൾ പെർ മന്ത് ഡ്യൂറിംഗ് ദീസ് 3 months. ഈ 3 മാസങ്ങളിലും കൂടി ഓരോ മാസവും പെയ്ത ആവറേജ് റെയിൻഫോൾ ശരാശരി മഴയുടെ അളവ്. ഈ 3 മാസം മാത്രം എടുത്താൽ ഒരു മാസത്തെ ശരാശരി മഴ. ആയിക്കോട്ടെ. ഈക്വൽ ടു
150/3 is equal to 50 centimeters. ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. 3 മാസം എടുത്ത് ഈ 3 മാസങ്ങൾ എടുത്താൽ ഈ 3 മാസങ്ങൾ മാത്രം എടുത്താൽ ഈ 3 മാസങ്ങൾ മാത്രം എടുത്താൽ ഒരു മാസത്തെ ശരാശരി മഴ, ഒരു മാസത്തെ ശരാശരി മഴ സമം ആകെ തുക ബൈ എണ്ണം, ആകെ തുക ബൈ എണ്ണം, ആകെ തുക ബൈ എണ്ണം സമം എന്താണ് 150/3 സമം 50 സെന്റിമീറ്റർ. എ ക്വസ്റ്റ്യന്റെ ആൻസർ കഴിഞ്ഞു. 50 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞത്. ബിയും സിയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ കൃത്യമായിട്ട് നോക്കി എടുത്ത് വെച്ചിട്ട് വരിക കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി നോക്കി, ടീച്ചർ ഏകദേശം പറഞ്ഞു എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അത് നോക്കി മനസ്സിലാക്കി വരിക. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം ഒരെണ്ണം ചെയ്തു, ഹോംവർക്കിന്റെ ആൻസർ പറഞ്ഞു, അത് എഴുതി പഠിക്കാൻ മറക്കരുത്. താങ്ക് യു.